മഹായുദ്ധത്തിന് തുടക്കമായെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി യുക്രൈൻ മുൻ കമാൻഡർ ഇൻ ചീഫ് വലേറി സലുഷ്നി. യുക്രൈൻ യുദ്ധത്തിലെ റഷ്യയുടെയും അമേരിക്കയുടെയും നേരിട്ടുള്ള ഇടപെടലുകൾ ഈ വാദത്തിന് ബലം പകരുകയാണെന്ന് സലുഷ്നി സമർത്ഥിക്കുന്നു. സംഘർഷത്തിലേക്ക് ഉത്തര കൊറിയ, ഇറാൻ, ചൈന എന്നിവർ കൂടി കടന്നു വരുന്നതോടെ ലോകം ഭീതിയുടെ നിഴലിലാണെന്നും സലുഷ്നി വ്യക്തമാക്കുന്നു. യുക്രൈനിലെ ഉത്തര കൊറിയൻ സൈനികരുടെ സാന്നിധ്യവും സാധാരണക്കാരെ ഉന്നം വെച്ചുള്ള ഇറാനിയൻ ഡ്രോണുകളുടെ നീക്കവും യുദ്ധത്തിന്റെ ആഗോള പ്രത്യാഘാതം എടുത്തുകാട്ടുന്നതാണ്. യുക്രൈനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറാനിയൻ ഡ്രോണുകളായ ഷഹേദികൾ ആക്രമണം നടത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. യുദ്ധത്തിൽ യുക്രൈൻ സൈന്യം അമേരിക്കൻ, ബ്രിട്ടീഷ് നിർമ്മിത മിസൈലുകൾ ഉപയോഗിച്ചു എന്ന ആരോപണത്തിന് പിന്നാലെ ഒറേഷ്നിക് എന്ന പുതിയ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവതരിപ്പിച്ചിരുന്നു. US വ്യോമ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ ഇതിന് സാധിക്കുമെന്നും പുടിൻ അവകാശപ്പെട്ടിരുന്നു. റഷ്യക്ക് നേരെയുള്ള യുക്രൈൻ മിസൈൽ ആക്രമണങ്ങളെ പിന്തുണയ്ക്കുന്ന ഏതൊരു രാജ്യത്തിനെതിരെയും ഇത് പ്രയോഗിക്കാൻ മടിക്കില്ലെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. റഷ്യൻ യുക്രൈൻ സംഘർഷം യാതൊരായവുമില്ലാതെ പുതിയ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ വൻ ശക്തികളുടെ നീക്കങ്ങളെ ആശങ്കയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. സലൂഷ്നി അവകാശപ്പെട്ടതുപോലെ മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ ഭൂമിയിൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുമെന്ന് നിസ്സംശയം പറയാം.